എറണാകുളം കോതമംഗലം മരപ്പെട്ടി സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് മരപ്പെട്ടിക്കുഞ്ഞിനെ പിടികൂടി. ആശുപത്രിയിലെ ഫാർമസിയിൽ കുടുങ്ങിയ മരപ്പെട്ടിക്കുഞ്ഞിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പിടികൂടിയത്. മരപ്പെട്ടി ഗ്രാമപഞ്ചായത്തില് ഇന്ന് രാവിലെ കൃഷിഭവന് സമീപം ആയുർവേദ ആശുപത്രിയിൽ അവിടെ ഡോക്ടർ വന്ന് റൂം തുറന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു മരപ്പെട്ടിയുടെ കുഞ്ഞിനെ കണ്ടത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്തൊരു പുളിമരം നിപ്പുണ്ടായിരുന്നു. ആ മരം വെട്ടി അവിടെ കാട് കളഞ്ഞപ്പോഴേക്കും ആയിരിക്കാം ഇത് ഈ മുറിക്കകത്ത് കയറിയത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, എന്തായാലും കൃത്യസമയത്ത് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടിയതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഈ മരപ്പെട്ടിക്കുഞ്ഞിനെ കണ്ടെത്തിയത്? എങ്ങനെയാണ് വിവരങ്ങൾ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. രാവിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ടും മരുന്ന് മേടിക്കാനായിട്ട് എത്തിയ ആളുകളെ മുഴുവൻ ഏകദേശം 1-2 മണിക്കൂർ നേരം വെയിലത്ത് നിർത്തിയ ഒരാൾ കൂടിയാണ് ഈ മരപ്പെട്ടി കുഞ്ഞ്. എന്താണെങ്കിലും ആശുപത്രി തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്താണ് മരപ്പെട്ടി കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. അതോടുകൂടി തന്നെ ആളുകളെല്ലാം പരിഭ്രാന്തരായി. ആശുപത്രി ജീവനക്കാരാണ് ആദ്യം പരിഭ്രാന്തരായി പുറത്തേക്ക് ഇറങ്ങിയതും വിവരം പുറത്തേക്ക് അറിയിക്കുന്നതും. തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ സാവി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മരപ്പെട്ടിയെ പിടികൂടാൻ വേണ്ടി എത്തുകയായിരുന്നു. അപ്പോഴേക്കും ഫാർമസിയുടെ ഉള്ളിൽ മരുന്നുകൾക്കിടയിലേക്ക് പുള്ളി താമസം മാറി. അവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം തട്ടിമറിക്കുകയും ഒളിച്ചിരിക്കുകയും എല്ലാം ചെയ്തതിന് പിന്നാലെയാണ് ഈ സാധനങ്ങൾ മാറ്റി അതിനിടയിൽ നിന്ന് മരപ്പെട്ടി കുഞ്ഞിനെ പിടികൂടുന്നത്. ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്ന പോലെ അടുത്തൊരു വലിയ പുളിമരം നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ കാട് മൂടിയ പ്രദേശമായിരുന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ പുളിമരം മുറിച്ച് നീക്കിയതും കാട് നീക്കം ചെയ്തതും. ആ സമയത്ത് അവിടെ നിന്ന് ഈ മറ്റൊരു വാസസ്ഥലം എന്ന രീതിയിൽ എത്തിയതാകാം എന്നാണ് വിചാരിക്കുന്നത്. മരപ്പെട്ടി കുഞ്ഞിനെയാണ് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്ന പോലെ മരപ്പെട്ടിയുടെ ബാക്കിയുള്ളവരെല്ലാം അവിടെ കുടുംബം അവിടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും 3-4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആശുപത്രിയിലെത്തിയ ആളുകൾക്ക് മരുന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഇതിൻ്റെ നിരീക്ഷണം തുടരും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം അതിനെ മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് തുറന്നു വിട്ടു എന്നുള്ളത് മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.